ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ith ടേം ടെസ്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ith ടേം സീറോയിലേക്ക് ടെൻഡ് ചെയ്യും, അതിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ith ടേം ടെസ്റ്റ് പറയുന്നത്. ഇഫ് സിഗ്മ ഈക്വൽ ടു 1 to infinity ai കൺവേർജസ് ദെൻ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് നമ്മുടെ ടെസ്റ്റ് പറയുന്നത്. അതായത് സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ith ടേമിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചെന്ത് പറയാം, അതിൻ്റെ കോൺട്രാ പോസിറ്റീവായിട്ട് എന്ത് പറയാം, ലിമിറ്റ് 0 അല്ല എങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും എന്ന് പറഞ്ഞൂടെ. ലിമിറ്റ് 0 ആണ് എങ്കിൽ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇങ്ങനെ ടെസ്റ്റ് പറയുന്നുള്ളൂ, സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് ith ടേം 0 ആയിരിക്കും എന്നേ പറയുന്നുള്ളൂ. തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, ഇഫേ ഉള്ളൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇല്ല. അപ്പോൾ ലിമിറ്റ് 0 ആണെന്ന് വെച്ചിട്ട് സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കോൺട്രാ പോസിറ്റീവ് ട്രൂ ആയിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കോൺട്രാ പോസിറ്റീവും ട്രൂ ആയിരിക്കും. കോൺട്രാ പോസിറ്റീവ് എന്താ, ഇതില്ല എങ്കിൽ ഇതുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ലിമിറ്റ് ഓഫ് ith ടേം, ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai 0 അല്ല എങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം. എന്താ പറയാൻ പറ്റുക, സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. കാരണം സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ എന്തായാലും ലിമിറ്റ് ഓഫ് ith ടേം 0 ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് ഓഫ് ith ടേം 0 അല്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, സീരീസ് ഡൈവേർജൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ലിമിറ്റ് ഓഫ് ai ഈക്വൽ ടു 0 ആണ് എങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഇൻകൺക്ലൂസീവ് എന്ന് വെച്ചാൽ നമുക്കതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. സീരീസ് കൺവേർജ് ചെയ്യുകയോ ഡൈവേർജ് ചെയ്യുകയോ ചെയ്യാം. ലിമിറ്റ് 0 ആയിരിക്കും എന്ന് വെച്ചിട്ട് സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ലിമിറ്റ് 0 ആയിരിക്കും എന്ന് വെച്ചിട്ട് സീരീസ് ഡൈവേർജൻ്റ് ആണ് എന്ന് പറയാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അത് നമുക്ക് വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെക്ക് ചെയ്യേണ്ടി വരും, ലിമിറ്റ് 0 ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ ലിമിറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അത്രയും നമുക്ക് ടെസ്റ്റിൽ പറയാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ ആ എബവ് തിയറം യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ith ടേം ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സീരീസ് ഡൈവേർജൻ്റ് ആണ് എന്ന് ഉറപ്പിക്കാനുള്ളൊരു ടെസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ith ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ith ടേം നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും, അത് ഉറപ്പിച്ച് പറയാം. ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കൺവേർജൻ്റ് എന്നോ ഡൈവേർജൻ്റ് എന്നോ പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, കാരണം ഇത് ഇഫ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, തിരിച്ചിങ്ങോട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ ഈക്വൽ ടു 1 to infinity i by 1 plus i. 3 പ്രോബ്ലം ഉണ്ട്, അത് ആദ്യം നോക്കാം. i by 1 plus i ആദ്യം നോക്കാം. അപ്പോൾ ഇവിടുത്തെ ai എന്ന് പറയുന്നത് i by 1 plus i ആണ്. അപ്പോൾ നോക്കിയേ, നമുക്കിതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ മുകളിലൊരു i ഉണ്ട്, താഴെ നിന്ന് ഒരു i ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 നിന്ന് i പോകുന്ന 1/i, ഇവിടെ നിന്ന് i പോകുന്ന 1 ബാക്കി ഉണ്ടാവും. പിന്നെ ഈ i കൂടി ക്യാൻസൽ ചെയ്ത് പോവും. എന്നിട്ടാണ് ഇവിടെ 1/1/i പ്ലസ് 1 എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റ് എടുക്കുക. അതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ എന്തുണ്ടാവുക, ലിമിറ്റ് എടുക്കുന്നതിന് പകരം അത് ആസ് i ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് ഡിസ്റ്റൻസ് ടു 1 ആസ് i ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് ലിമിറ്റ് എന്ന് എഴുതുന്നതിന് പകരം എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 plus i പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 1/iയുടെ വാല്യൂ 0 ആവും. പിന്നെ അടിയിൽ വീണ്ടും ഒരു 1 വരും. അപ്പോൾ 1/1 1 ആണ് എന്ന് ഇതിൻ്റെ ലിമിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത പോലെ എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലും മതി. ഇവരത് നേരെ നോക്കിയിട്ട് എഴുതിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിമിറ്റ് കൊടുത്തിട്ടൊക്കെ എഴുതാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ദിസ് ടെൻസ് ടു 1 ആസ് i ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നോക്കി ith ടേം നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് അപ്പോൾ നമുക്കത് ith ടേം ടെസ്റ്റ് വെച്ച് എന്ത് പറയാം, ദ സീരീസ് ഡൈവേർജസ് എന്ന് ഒറ്റയടിക്ക് പറയാം. ഓക്കെ, അതുപോലെ അടുത്തത് സിഗ്മ ഈക്വൽ ടു 1 to infinity -1 ഹോൾ റേസ് ടു i by root 1 plus i ആണ്. i by root 1 plus i. അപ്പോൾ നമ്മളതിൻ്റെ -1 ഹോൾ റേസ് ടു i ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുന്നുള്ളൂ. മോഡുലസ് വാല്യൂ ഓഫ് ai is equal to i by root 1 plus i. അപ്പോൾ ഇത് -1ൻ്റെ വാല്യൂ പ്ലസ് ആയാലും മൈനസ് ആയാലും മോഡുലസ് എടുക്കുമ്പോൾ അത് ബാധിക്കില്ലല്ലോ. അപ്പോൾ അത് i by root 1 plus i ആണ് വരിക. അപ്പോൾ ഇത് നോക്കിയേ, റൂട്ട് i by റൂട്ട് ഇവിടെ i ഉണ്ട്, ഇവിടെ നിന്ന് ഒരു i റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. i പുറത്തേക്ക് എടുത്തിട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, റൂട്ട് i. ആ റൂട്ടിയും റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും i പുറത്തേക്ക് വരുമ്പോൾ എന്തുണ്ടാവുക, ഇവിടെ ഒരു റൂട്ട് i വരും അല്ലേ. റൂട്ട് i ആണ് പുറത്തേക്ക് വരിക. ഇവിടെ ബാക്കി ഉണ്ടാവുക റൂട്ട് ഓഫ് 1/i പ്ലസ് 1 ആണ്. പിന്നെ മുകളിൽ i ഉണ്ട്, താഴെ റൂട്ട് i ഉണ്ട്. അപ്പോൾ മുകളിലുള്ള iനെ നമുക്ക് റൂട്ട് i ഇൻറ്റു റൂട്ട് i
എന്ന് എഴുതാലോ. അതിൽ നിന്ന് ഒരു റൂട്ട് ഐ വീതം ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ടാണ് ഇവിടെ റൂട്ട് ഐ ബൈ റൂട്ട് ഓഫ് 1+i+1 എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ മുകളിലുള്ള ഐനെ മാക്സിമം ക്യാൻസലേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ മുകളിലുള്ള ഐനെ നമുക്ക് റൂട്ട് ഐ ഇൻറ്റു റൂട്ട് ഐ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതാലോ. താഴെയുള്ളതിൽ റൂട്ട് ഓഫ് 1+i എന്നുള്ളതിൽ ഈ ഒരു ഐ ഈ റൂട്ടിന് പുറത്തേക്ക് എടുക്കുക. ഈ ഐ റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ പുറത്ത് പോരുക? റൂട്ട് ഐ പുറത്തേക്ക് പോരും അല്ലേ. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടി ഐ ഔട്ട്സൈഡ് എടുത്തിട്ട് ആ ഐനെ റൂട്ടടക്കം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ റൂട്ട് ഐ പുറത്തേക്ക് വരും. റൂട്ട് ഐ പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഡിനോമിനേറ്ററിൽ എന്താ ബാക്കി ഉണ്ടാവുക? 1ന് പകരം 1/i ആണ് ബാക്കി ഉണ്ടാവുക. ഇവിടുത്തെ ഐക്ക് പകരം 1 ബാക്കി ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലായല്ലോ. എന്നിട്ട് മുകളിലൊരു റൂട്ട് ഐയും താഴെ കിട്ടിയൊരു റൂട്ട് ഐയും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്താ? മുകളിലൊരു റൂട്ട് ഐ ബാക്കി ഉണ്ടാവും. കാരണം റൂട്ട് ഐൻ്റെ റൂട്ട് ഐ അല്ലേ ഐ. ഓക്കെ, അപ്പോൾ മുകളിലൊരു റൂട്ട് ഐ ബാക്കി ഉണ്ടാവും. താഴെ ഒരു റൂട്ട് ഓഫ് 1/i+1 ബാക്കി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നോക്കിയേ. ഇനി എങ്ങനെ നോക്കിയാലും നമുക്ക് വെട്ടിക്കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ആസ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിമിറ്റ് എഴുതണമെങ്കിൽ ലിമിറ്റാക്കി എഴുതിക്കോട്ടത്. ഇവരിങ്ങനെ ഡയറക്റ്റ് എഴുതിക്കുകയാണ്. അപ്പോൾ ആസ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലും ഇൻഫിനിറ്റി താഴെ 1 അല്ലേ. മുകളിൽ ഇൻഫിനിറ്റി താഴെയുള്ളതിൽ ഈ ഫസ്റ്റ് ടൈം 0 ആയി പോവും, പിന്നെ 1 കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റി/1 എന്താ വരിക? ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് എന്നാണ് കിട്ടുക. കാൽക്കുലേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ 0, ഇവിടെ 1. അപ്പോൾ ന്യൂമറേറ്റർ ഇൻഫിനിറ്റി, ഡിനോമിനേറ്ററിൽ 1. ശരിയല്ലേ? അപ്പോൾ ഇൻഫിനിറ്റി ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. ആസ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. സോ എന്താ അപ്പോഴും ≠0 ആണ്. ഇൻഫിനിറ്റിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ≠0 അല്ലേ. അപ്പോൾ എന്താ പറയാൻ പറ്റുക? ആ ടെസ്റ്റ് വെച്ചിട്ട് ith ടേം ടെസ്റ്റ് വെച്ചിട്ട് സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റ് AI തന്നെ എടുക്കണം എന്നില്ല. മൈനസ് വരുന്ന കേസിലാണെങ്കിൽ മോഡുലസ് വാല്യൂ ഓഫ് AI എടുത്തിട്ട് പറഞ്ഞാലും ഈ ടെസ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പ്രത്യേകം ഓർത്തിരിക്കുക. കറക്റ്റ് AI എടുക്കണം എന്നില്ല. മോഡുലസ് വാല്യൂ ഓഫ് AI എടുത്തിട്ടായാലും ഈ ടെസ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇത് ലിമിറ്റാക്കിയൊക്കെ എഴുതണമെങ്കിൽ കാൽക്കുലേഷൻ പോലെ എഴുതണമെങ്കിൽ എഴുതിക്കോട്ടാ. this tends to infinity as I tends to infinity and this tends to 1 as I tends to 1 എന്നൊക്കെ ഇവർ എഴുതിക്കുന്നത് ലിമിറ്റ് എടുത്തിട്ട് തന്നെയാണ് എഴുതിക്കുന്നത്. ലിമിറ്റിനെ വേണമെങ്കിൽ ലിമിറ്റ് I tends to infinity this value equal to infinity and this limit I tends to infinity this value equal to 1 എന്നൊക്കെ എഴുതുന്നതിന് പകരമുള്ള വേറൊരു നൊട്ടേഷനാണ് ഈ എഴുതിയിരിക്കുന്നവർ. this tends to 1 as I tends to infinity, this tends to infinity as I tends to infinity എന്നൊക്കെ ഉള്ളത് ആ ലിമിറ്റിൻ്റെ വേറൊരു നൊട്ടേഷനാണ്. നിങ്ങൾക്ക് മറ്റേതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എളുപ്പത്തിന് ഏതാണോ സൗകര്യം ഏതാണോ അതിനനുസരിച്ചിട്ട് എഴുതിക്കോളൂ കേട്ടോ. അത് പ്രശ്നമുള്ള കാര്യമല്ല. കാൽക്കുലേഷനും അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ചെയ്തിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അതുപോലെ അടുത്ത പ്രോബ്ലം സിഗ്മ ഈക്വൽ ടു 1 to infinity 1/i ആണ്. അപ്പോൾ ഇവിടുത്തെ AI എന്ന് പറഞ്ഞാൽ 1/i ആണ്. അപ്പോൾ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് I tends to infinity AI, ദാറ്റ് ഈസ് ലിമിറ്റ് I tends to infinity 1/i. ഓക്കെ, ഒന്നും ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. 1/i ഏതിലേക്കാണ് പോവുക? 0ലേക്കാണ് എന്തായാലും പോവുക. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് which tends to 0 as I tends to infinity എന്ന്. സോ എന്താ പറയാൻ പറ്റും? നമുക്ക് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് 0 ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. കൺവേർജൻ്റ് ആണെന്നോ ഡൈവേർജൻ്റ് ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ≠0 ആണെങ്കിൽ ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. അത് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇൻകൺക്ലൂസീവ് ആണെന്ന് പറയാനായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് ith ടേം ടെസ്റ്റ് പ്രത്യേകം പഠിക്കേണ്ടതാണ് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1+2+3+etc. ഇതാണ് നമ്മുടെ സീരീസ് 1+2+3+etc. അതായത് സീരീസ് n സിഗ്മ n ഈക്വൽ ടു 1 to infinity സിഗ്മ n എന്ന് പറയുന്ന സീരീസാണിത്. 1+ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീരീസ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മല്ല എവിടെ വരുന്നത്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീരീസ്. അതിന് എന്തായിരിക്കും പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കാം. നമുക്ക് ഈ ith ടേം ടെസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ കൺവേർജൻസോ ഡൈവേർജൻസോ ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടുത്തെ UI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ith ടേം 1+, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 2, തേർഡ് ടേം 3. അപ്പോൾ ith ടേം UI എന്തായിരിക്കും? I ആയിരിക്കും അല്ലേ. I ആയിരിക്കും അതിൻ്റെ ith ടേം. അപ്പോൾ നമുക്ക് ith ടേം
ൻ്റെ ലിമിറ്റ് ഒന്ന് നോക്കാം. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി യു ഐ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ തന്നെയാണ് വരിക. യു ഐ ആയതുകൊണ്ട് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റിയാണ് വാല്യൂ അല്ലേ. എന്തായാലും അത് നോൺ സീറോ വാല്യൂ ആണ്. അത് ഇൻഫിനിറ്റിയാണ് വാല്യൂ വരിക, വിച്ച് നോട്ട് ഈക്വൽ ടു സീറോ അല്ലേ. നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഐത്ത് ടൈം ടെസ്റ്റ് വെച്ച് എന്ത് പറയാൻ പറ്റും? ദ ഗിവൺ സീരീസ് ഈസ് ഡൈവേർജൻറ്റ് എന്ന് പറയാൻ പറ്റും. ദ ഗിവൺ സീരീസ് ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ടേംസ് ആയിട്ട് വരുന്ന ഈ സീരീസ് എപ്പോഴും എന്താണ്? ഡൈവേർജൻ്റ് ആണ്. അത് ഐത്ത് ടൈം ടെസ്റ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സീരീസ് ഡൈവേർജൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് എക്സാമ്പിൾ ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഐത്ത് ടൈം ടെസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഐ സ്ക്വയർ, അതായത് സ്ക്വയേഴ്സിൻ്റെ സീരീസ്. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീരീസ് പറഞ്ഞ മാതിരി നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സീരീസാണ് എക്സാമ്പിൾ 15 പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നോട്ടിലേക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് എഴുതാതിരുന്നത്. നിങ്ങളത് ഒരു പ്രോബ്ലം ആയിട്ട് എഴുതണമെങ്കിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. ലിമിറ്റ് യു ഐ എടുക്കുക. അപ്പോൾ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ സ്ക്വയർ ആണ് വരിക, വിച്ച് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതുകൊണ്ട് ഐത്ത് ടൈം ടെസ്റ്റ് വെച്ചിട്ട് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ദ സീരീസ് ഈസ് ഡൈവേർജൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൂടി വേണമെങ്കിൽ ഒരു നോട്ടായിട്ട് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോട്ടോ, നല്ലതാണ് എഴുതണമെങ്കിൽ. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് √1/2 പ്ലസ് √2/3 പ്ലസ് √3/4 പ്ലസ് എക്സിട്ര. ഇതാണ് തന്നിക്കുന്ന സീരീസ്. അപ്പോൾ നോക്കി നോക്കുക. ഫസ്റ്റ് ടേമിൽ 1/2 √1/2, സെക്കൻഡ് ടൈം വരുമ്പോൾ √2/3, തേർഡ് ടൈം വരുമ്പോൾ √3/4, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഐത്ത് ടൈം എന്തായിരിക്കും ഇതിൻ്റെ? ഐത്ത് ടൈം ഇതിൻ്റെ ഒരു നാച്ചുർ വെച്ച് നോക്കുക. നാച്ചുർ വെച്ച് ആലോചിച്ച് നോക്കുക. ഫസ്റ്റിലാവുമ്പോൾ 1/1 + 1, സെക്കൻഡ് വരുമ്പോൾ √2/2 + 1, തേർഡ് വരുമ്പോൾ √3/3 + 1. ആ ഫോമിലല്ലേ പോകുന്നത്. അപ്പോൾ ഐത്ത് ടൈം എന്താ വരിക? ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. ഐത്ത് ടൈം എന്താ വരിക? യു ഐ is equal to √i/i + 1. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് എടുത്ത് നോക്കാം. ഡിസ്കസ് ദ കൺവേർജൻസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴും ഐത്ത് ടൈം ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഈക്വൽ ടു സീറോ വന്നാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും മെത്തേഡിൽ നമ്മൾ കൺവേർജൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഐത്ത് ടൈമിൻ്റെ ലിമിറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി യു ഐ ചെയ്ത് നോക്കാം. അതായത് എന്ത് വരും? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി √i/i + 1 വരും. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കി നോക്കിയേ, ഇവിടെ മുകളിൽ ഒരു ഐ ഉണ്ട്, ഇവിടെ താഴെ നിന്ന് ഒരു ഐ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മുകളിൽ ഐ ഉണ്ട്, താഴെ നിന്ന് ഒരു ഐ ഔട്ട് സൈഡ് എടുത്ത് എന്തുണ്ടാവുക? ബാക്കി ഉണ്ടാവുക 1 + 1/i ആണ്. അപ്പോൾ ഈ മുകളിലുള്ള ഐയും താഴെയുള്ള ഐയും കൂടി വെട്ടിക്കളഞ്ഞ ശേഷമാണ് ഇവരിവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളത് പുറത്തെടുത്ത് വെട്ടിക്കളയണതായിട്ട് കാണിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും മാക്സിമം ക്യാൻസലേഷൻ ചെയ്യുക എന്നുള്ള ഒരു റൂള് ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്താണോ ഔട്ട് സൈഡ് എടുത്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തതായിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഐ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ബാക്കി ഉണ്ടാവും, പിന്നെ ഇവിടെ 1/i ബാക്കി ഉണ്ടാവും. ഐ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ടേമാണ് അവിടെ ഉണ്ടാവുക, ബാലൻസ്. ഇനി ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി, ഐക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ 1, ഇവിടെയും 1, ഈ 1/iയുടെ വാല്യൂ ഐക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആയി മാറും. സോ ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 കിട്ടും. എന്തായാലും അതൊരു നോൺ സീറോ വാല്യൂ ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മുടെ ഐത്ത് ടൈം ടെസ്റ്റ് നമുക്ക് സക്സസ്ഫുള്ളി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നോൺ സീറോ വന്നാലേ നമുക്കത് എന്തെങ്കിലും കാര്യം അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. 0 വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്തോ പറയാൻ ഉറപ്പിച്ച്? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി യു ഐ നോട്ട് ഈക്വൽ ടു 0, therefore the given series diverges or cannot converge. ഡൈവേർജ് ചെയ്യുന്നോ അല്ലെങ്കിൽ cannot converge എന്നോ പറയാം. മനസ്സിലായോ? അപ്പോൾ ഏത് സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും ജസ്റ്റ് ഐത്ത് ടൈം ടെസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത്, കാരണം പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നത് എളുപ്പമല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാ. നോട്ട് ഈക്വൽ ടു 0 വന്നാൽ ഉറപ്പായിട്ടും ഡൈവേർജൻറ്റ് നമുക്ക് പറയാം. ഈക്വൽ ടു 0 വന്നാലാണ് പിന്നെ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടി വരുള്ളൂ. അതെപ്പോഴും ഒന്ന് സൈഡിൽ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ഈക്വൽ ടു 0 എന്ന കേസിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആവും. അപ്പോൾ വേറെ ഏതെങ്കിലും മെത്തേഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതൊന്ന്
മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ.